വർഷങ്ങളേറെ സ്വന്തം ഉമ്മയെയും കുടുംബത്തെയും മറ്റും കാണാതെ സൗദി റിയാദ് ജയിലിൽ കഴിയുന്ന അബ്ദുറഹീം മാതാവ് കാണാൻ വന്ന സാഹചര്യത്തിൽ ഉമ്മാനെ എനിക്കിപ്പോൾ കാണേണ്ടതില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഉമ്മാനെ പറഞ്ഞയക്കാൻ ശ്രമിച്ചപ്പോൾ അത് എല്ലാവരെയും തന്നെ വേദനപ്പെടുത്തി. അബ്ദുറഹീം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്? അങ്ങനെ അബ്ദുറഹീമിനെ വളരെയേറെ സ്നേഹിച്ചവരും അബ്ദുറഹീമിനോട് ചെറിയ വെറുപ്പുളവാകുന്ന രീതിയിലുള്ള പ്രവർത്തനമായി അത് മാറി. 18 വർഷത്തോളം താൻ കാണാൻ ആഗ്രഹിക്കുന്ന ഉമ്മ തൊട്ടരികിലെത്തിയിട്ടും അബ്ദുറഹീം ഉമ്മാനെ കാണാൻ വിസമ്മതിച്ചതിൻ്റെ പിന്നിൽ വലിയൊരു വിഷമത്തിൻ്റെ കഥ അബ്ദുറഹീമിന് പറയാനുണ്ടായിരുന്നു. അബ്ദുറഹീം അത് ചില സാഹചര്യത്തിൽ പറയാനായി ശ്രമിച്ചപ്പോഴൊന്നും ഉമ്മയുമായി ബന്ധപ്പെടാൻ അബ്ദുറഹീമിന് ആയില്ല. സ്വന്തം മകനെ കാണാൻ അതിയായി ആഗ്രഹിച്ച ഫാത്തിമ ഉമ്മ ആ കാര്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കില്ലായിരുന്നു. ഉമ്മാൻ്റെ പ്രായം പരിഗണിച്ച് ഉമ്മാനെ ഞങ്ങൾ സൗദി റിയാദിലെത്തിക്കുമെന്ന് പറഞ്ഞ യൂട്യൂബേഴ്സെല്ലാം ഈ ഉമ്മാനോട് കാണിച്ചത് വലിയ ചതി തന്നെയാണ്. ഉമ്മാക്ക് തൻ്റെ മകനായ അബ്ദുറഹീമിനെ കാണാൻ അതിയായ ആഗ്രഹമുണ്ടെന്ന് ഉമ്മാൻ്റെ വിഷമം അറിഞ്ഞ എല്ലാവർക്കും തന്നെ അറിയാം. പക്ഷേ ഈ അവസ്ഥയിൽ പലരും മൈലേജ് ഉണ്ടാക്കാനാണ് ശ്രമിച്ചത് അവരവരുടെ യൂട്യൂബ് ചാനലുകൾക്ക്. പക്ഷേ വലിയ ചതിയാണ് അതിലൂടെ ഈ മാതാവിനോടും 18 വർഷമായി സൗദി റിയാദ് ജയിലിൽ വേദന തിന്ന് ജീവിച്ച അബ്ദുറഹീമിനോടും ഇവർ കാണിച്ചത്. ഉമ്മ അബ്ദുറഹീമിനെ കണ്ടതിന് ശേഷം പുറത്തു വന്ന അബ്ദുറഹീമിൻ്റെ ശബ്ദമാണ് ഇത് തെളിയിക്കുന്നത്. താൻ ജയിലിൽ ഏതവസ്ഥയിലായിരിക്കും ഉമ്മാനെ കാണാൻ പോവുക എന്നത് വ്യക്തമായി അറിയാവുന്ന അബ്ദുറഹീം അത് വിസമ്മതിച്ചത് ഉമ്മാക്ക് അത് വലിയ വിഷമമാകും നൽകുന്നത് എന്നതുകൊണ്ടാണ്. താൻ അതിയായി സ്നേഹിക്കുന്ന ഉമ്മ തൻ്റെ ആ ദയനീയ അവസ്ഥ കണ്ട് വലിയ വിഷമത്തിലേക്ക് വീണു പോകുമെന്നത് വ്യക്തമായി തന്നെ അബ്ദുറഹീമിന് അറിയാമായിരുന്നു. അതെ, അതാണ് സത്യം. ഉമ്മയോടുള്ള അതിയായ സ്നേഹമായിരുന്നു ഉമ്മയെ കാണാൻ അബ്ദുറഹീം വിസമ്മതിച്ചത്. കേൾക്കും. നിങ്ങളെ വർത്തമാനം ഒരുപാട് പറയുന്നുണ്ട് ഇപ്പോൾ. ഹലോ, നല്ല വിശേഷം ഒന്ന് പോകുന്നുണ്ട്. നിങ്ങളെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ അറിയാം എന്താണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ളത്. വിശേഷങ്ങളൊക്കെ ഇപ്പൊ പുറത്ത് നടക്കുന്നൊക്കെ എല്ലാം കരിവാരിത്തേക്കാളൊരു നീക്കങ്ങളാണ്. അതെ, എന്റെ ചേട്ടനൊക്കെ കൂടിയിട്ട് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് എനിക്ക് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ ജയിലില് ഞാൻ ഇന്നലെ പോയി കണ്ടതാണ്. ഈ ചങ്ങലിട്ട രൂപത്തിൽ ഞാൻ കാണേണ്ട ഇതിലാണ് ഞാൻ തടസ്സപ്പെടുത്തി പോയി കമ്മിറ്റിക്കാരെല്ലാം പറഞ്ഞതും ജയിലിൽ വെച്ച് കാണുന്ന എനിക്ക് മാനസികാവസ്ഥ മോശമായിട്ടാണ്. ആ കാരണം ഈ ജയിലിലെ സിറ്റുവേഷനിൽ അന്തരീക്ഷത്തിൽ കാണേണ്ട ഉദ്ദേശത്തിലാണ് ഞാൻ ആദ്യം തടസ്സപ്പെടുത്തി. ഇതിന് മുമ്പേയും തടസ്സപ്പെടുത്തി. കമ്മിറ്റിക്കാരെല്ലാം പറഞ്ഞ ജയിലിൽ വെച്ചിട്ട് കാണണം, ചങ്ങലിട്ടിട്ട് ജയിലിൽ യൂണിഫോമിലാണ് കാണാൻ പറ്റുക. ആ രീതിയിൽ തന്നെയാണ് ഇന്നലെ കണ്ടത്. കാലിൽ ചങ്ങലിട്ടുകൊണ്ടാണ് കണ്ടതും. തിരിച്ചു വന്നിട്ട് എല്ലാം കൂടി എനിക്ക് പ്രഷറും കൂടി വല്ലാത്തൊരു മാനസികാവസ്ഥ. ഉമ്മന്റെ മനസ്സിൽ ഞാൻ കയ്യില് കാലില് ചങ്ങല രൂപത്തിലും ഇങ്ങനെ ഒരു സ്വന്തം മോനെ ഇങ്ങനെ ഒരു തടക്കല്ല് രൂപത്തിൽ കാണുന്ന ഒരു അവസ്ഥ ആ ഉമ്മക്ക് അറിയുള്ളൂ.